ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓരോ നിമിഷവും ഭക്തർക്ക് പുണ്യമാണ്. എന്നാൽ ഉച്ചപൂജാ സമയം എന്ന് പറയുന്നത് അത് സവിശേഷമാണ്. ആടയാഭരണങ്ങൾ അണിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായി നിൽക്കുന്ന കണ്ണൻ്റെ ആ രൂപം കാണുന്നത് ജന്മപുണ്യമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കണക്കാക്കുന്നത്. ഇന്നത്തെ അലങ്കാരത്തിൽ ഗുരുവായൂരപ്പൻ ഒരു കുഞ്ഞു കണ്ണനായിട്ടാണ് ഭക്തർക്ക് ദർശനം നൽകിയത്. വളരെ ചെറിയൊരു ഉണ്ണി തൻ്റെ പിഞ്ചു കാലുകൾ പിണച്ചു വെച്ച് ഇങ്ങനെ ഓടക്കുഴലായിട്ട് നിൽക്കുകയാണ്. ആ രൂപം എന്തൊരു ഭംഗിയാണെന്നറിയോ? ഈ കുസൃതിക്കണ്ണൻ്റെ രൂപം ഭക്തർക്ക് നൽകുന്നത് വാത്സല്യഭാവമാണ്. ആ പിണച്ചു വെച്ച പാദങ്ങളിൽ ചാർത്തിയിരിക്കുന്ന സ്വർണ്ണ പൊന്തളകൾ തിളക്കത്തോടെയാണ് നിൽക്കുന്നത്. ഉണ്ണിക്കണ്ണന് ഒരു പട്ടുകോണമാണ് ചാർത്തിയിട്ടുള്ളത്. അരക്കെട്ടിൽ പൊന്നുണ്ണിയുടെ കിങ്ങിണിയും കുമ്പയോട് ചേർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിഷ്കളങ്കമായ ബാല്യത്തെയും ഭഗവാന്റെ പരമമായ സന്തോഷത്തെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. കഴുത്തിനോട് ചേർന്ന് മനോഹരമായ മുല്ലമൊട്ടുമാലയും പട്ടത്തിലിങ്ങനെ ചാർത്തിയിരിക്കുന്ന മാലകളും ഒക്കെ കാണാൻ പറ്റും. 2 തോളിലുമായിട്ട് സ്വർണ്ണഗോപികൾ ചാർത്തിയിട്ടുണ്ട്. കൂടാതെ കൈവളകളും തോൾവളകളും ചാർത്തി സർവാലങ്കാര ഭൂഷിതനായിട്ടാണ് ഉണ്ണി നിൽക്കുന്നത്. 2 കൈകൊണ്ടും പിടിച്ചിരിക്കുന്ന ചെറിയൊരു സ്വർണ്ണ ഓടക്കുഴൽ തൻ്റെ ചുവന്ന ചുണ്ടുകളോട് ചേർത്ത് വെച്ച് വേണുഗാനം പൊഴിക്കുകയാണ് നമ്മുടെ മുരളീധരൻ. ആ മുഖത്തെ പുഞ്ചിരിയും കമ്മലുകളും നെറ്റിയിലെ ഗോപിയും ഒക്കെ കൂടി നമുക്കിങ്ങോട്ട് കാണുമ്പോൾ നമ്മുടെ സർവ്വ ദുഃഖങ്ങളും ശമിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങൾ കൊണ്ട് തന്നെയാണ് അലങ്കാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കിരീടത്തിന് മുകളിലായിട്ട് 3 നിരകളിലായിട്ടാണ് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുള്ളത്. വെളുത്ത നന്ദ്യാർവട്ടപ്പൂവ്, ചുവന്ന തെച്ചിപ്പൂവ്, തുളസി എന്നിവയുടെ കലർത്തിയിട്ടുള്ള മാലകളാണ് ഈ തിരുമുടിമാലകൾ. ഭഗവാന്റെ മാറിലൂടെ ഒഴുകിക്കിടക്കുന്ന മനോഹരമായ ഉണ്ടമാലകൾ നല്ല ഭംഗിയുണ്ട്. വെള്ളപ്പൂക്കളും തെച്ചിയും തുളസിയും ഇടകലർത്തി കെട്ടിയ ഈ മാലകൾ ഭക്തരുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുകയാണ്. ഏകദേശം 8ഓളം തുളസി ഉണ്ടമാലകൾ തന്നെയാണ് വിധാനമായിട്ട് ചാർത്തിയിട്ടുള്ളത്. ആ പിണച്ചു വച്ചിരിക്കുന്ന മൃദുവായ തൃപ്പാദങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ പരമമായ ലക്ഷ്യം. വേണുഗാനം പൊഴിച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ തിരുമുഖം നോക്കി ഉറക്കെ നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ഭഗവാനിലേക്ക് അർപ്പിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.